ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ടോക്ക് ഓൺലി PSCയിൽ ഇത് അടുത്ത ക്ലാസ് ചെയ്യാൻ പോവാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കളക്റ്റീവ് നൗൺസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കളക്റ്റീവ് നൗൺസിന്റെ ഏകദേശം 50 വേർഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് 50 കളക്റ്റീവ് നൗൺസുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ 51ാമത്തെ വേർഡാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡി ആവാ, സെറ്റ് ആവാ. നമ്മളുടെ എക്സാം ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരും. ഡിസംബറിലാണ്. നമ്മൾ ഇതാ അടുത്തുകൊണ്ടിരിക്കുകയാണ് നോട്ടിഫിക്കേഷൻ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പറ്റുന്നിടത്തോളം മാക്സിമത്തിൽ പഠിച്ചു തീർക്കണം അല്ലെ. ഓക്കെ, നമ്മൾ എക്സാമിനോട് അടുപ്പിച്ച് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മളൊരു അത്യാവശ്യം ടോപ്പിക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കോൺഫിഡന്റ് ഉണ്ടാവും. അപ്പൊ ആ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 51ാമത്തെ കളക്റ്റീവ് നൗൺ ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ട്രെയിൻ. എന്താണ് ട്രെയിൻ? ട്രെയിൻ എന്തിന്റെയാണ്? ട്രെയിൻ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയും. എന്താ സോറി, ഫോളോവേഴ്സ്. ഫ്ലവേഴ്സ് എന്നല്ല, ഫോളോവേഴ്സ്. ഓക്കെ, അപ്പൊ ട്രെയിൻ ഓഫ് ഫോളോവേഴ്സ്. ക്ലിയർ? നെക്സ്റ്റ്, റെറ്റിന്യൂ. എന്താണ്? ഫോളോവേഴ്സ് തന്നെയാണ്. റെറ്റിന്യൂ ഓഫ് ഫോളോവേഴ്സ്. ക്ലിയർ? നെക്സ്റ്റ് 53. എന്താണ്? ക്ലസ്റ്റർ നമ്മൾ ഒരു തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാലും എക്സ്ട്രാ വേർഡ്സുകൾ വരും കേട്ടോ. ക്ലസ്റ്റർ ഓഫ് എന്താ വരിക? കിങ് ക്ലസ്റ്റർ ആണ്. കിങ്സ് ക്ലസ്റ്റർ ആണ് വരുന്നത്. ഗ്രേപ്സ് ക്ലസ്റ്റർ ആണ്. സ്റ്റാർസ്. ഓക്കെ, സ്റ്റാർസ് ക്ലസ്റ്റർ ആണ്. ദെൻ നട്ട്സും ക്ലസ്റ്റർ ആണ്. ക്ലിയർ? 54th പഠിക്കാൻ പോവാണ്. ഷീഫ്. SHEAF. ഷീഫ് ഓഫ് എന്താ പറയാ? ആരോസ്. ഓക്കെ, ആരോസ്. ഷീഫ് ഓഫ് ആരോസ്. ദെൻ 55 വോളി. എന്താ പറയാ? അതും ആരോസ് തന്നെയാണ്. ഓക്കെ, ദെൻ 56ാമത്തെ വേർഡിലേക്ക് പോവാണ്. ബഞ്ച് ഓഫ് എന്തൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും? ബഞ്ച് ഓഫ് ബനാനാസ് ആണല്ലോ. ബഞ്ച് ഓഫ് ബനാനാസ്. ദെൻ ഫ്ലവേഴ്സ് നമ്മൾ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയും. ഗ്രേപ്സിനെ നമ്മൾ പറയാറുണ്ട് അല്ലെ, ഗ്രേപ്സ്. ദെൻ കീസ്. ക്ലിയർ? ദെൻ 57ാമത്തെ വേർഡിലേക്ക് കടക്കുകയാണ്. ഹാൻഡ് എന്തിന്റെയാ? ബനാനാസ് ആണ് കേട്ടോ. ബനാനാസ്. ഓക്കെ, നെക്സ്റ്റ് ഫ്ലീറ്റ്. 58ാമത്തെ വേർഡാണ് ഫ്ലീറ്റ്. എന്തിന്റെ കളക്റ്റീവ് നൗൺ ആണ്? കാസ്. ഫ്ലീറ്റ് ഓഫ് കാസ് എന്ന് പറയും. അതുപോലെ തന്നെ ഷിപ്സ് എന്നും പറയും. ക്ലിയർ ആവുന്നുണ്ടോ? ഫ്ലീറ്റ് ഓഫ് കാസ്, അതുപോലെ തന്നെ ഷിപ്സ്. ഓക്കെ, ദെൻ 59 ക്ലഞ്ച്. ചില വേർഡ്സ് ഒക്കെ വായിക്കുമ്പോണ്ടല്ലോ അതിന്റെ ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ അത് തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് വായിക്കുന്നത്. എന്തായാലും സ്പെല്ലിംഗ് നിങ്ങൾ നോക്കാം. ക്ലഞ്ച് ഓഫ് എന്താ പറയാ? എക്സ്. ക്ലിയർ? 60ാമത്തെ വാക്കാണ് ബൊക്വേറ്റ് ഓഫ് എന്താ? ഫ്ലവേഴ്സ് അല്ലെ. അപ്പൊ നോക്കൂ, ഫ്ലവേഴ്സിന് നമ്മൾ എവിടെയും പഠിച്ചിട്ടുണ്ടല്ലോ. ഇതാ ഫ്ലവേഴ്സ്, ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് പറയും, ബൊക്കറ്റ് ഓഫ് ഫ്ലവേഴ്സ് പറയും. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ. നമ്മൾ 60 വേർഡ്സ് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു കേട്ടാ. ഒരു 100ൽ എത്തിയിട്ട് നമുക്ക് നിർത്തിയാൽ മതി. അപ്പൊ നമ്മൾ ഒരു ഏകദേശം 100 വേർഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ തന്നെ ചോദിക്കുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ട് കളക്റ്റീവ് നൗൺസ് ആണ് ഡിസ്കസ് ചെയ്തത്. അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. റിവൈസ് ചെയ്താൽ മാത്രമേ അതിന് കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ? ദെൻ 61ാമത്തെ വേർഡ് റിങ് എന്തിനാ യൂസ് ചെയ്യാ? റിങ് കീസ് ആണ് കേട്ടോ. ഞാൻ ആലോചിച്ചാൽ മതി. കീയുടെ ചുറ്റും കുറെ കീസ് ഉണ്ടാവുമ്പോൾ നമ്മൾ അതിന്റെ ചുറ്റും ഒരു റിങ് ഇട്ടിട്ടല്ലേ ഒരുമിച്ചാക്കാം. ഓക്കെ, അപ്പൊ റിങ് ഓഫ് കീസ്. നെസ്റ്റ് ഓഫ് റൂമേഴ്സ്. ക്ലിയർ? 63ാമത്തെ വേർഡിലേക്ക് പോവാണ്. ബാസ്ക്കറ്റ് ഓഫ് ഫ്രൂട്ട്സ്.
ക്ലിയർ. നെക്സ്റ്റ് 64 ബവൽ. ബൗൾ എന്നൊക്കെ പറയില്ലേ, ബൗൾ. ബൗൾ ഓഫ് റൈസ്. ഓക്കെ, ബൗൾ ഓഫ് റൈസ്. നെക്സ്റ്റ് 65 ബണ്ടിൽ. 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 ബണ്ടിൽ ഓഫ് എന്താണ്? പേപ്പേഴ്സ് അല്ലെ, ബണ്ടിൽ ഓഫ് പേപ്പേഴ്സ്. 66 ക്വയർ. ക്വയർ നമ്മൾ ഇതിന്റെ മുമ്പും പഠിച്ചിട്ടുണ്ട്. ക്വയർ. ക്വയർ എന്താണ്? ക്വയർ ഓഫ് ഏഞ്ചൽസ് എന്ന് പറയൂ കേട്ടോ, ക്വയർ ഓഫ് ഏഞ്ചൽസ്. 67 ക്ലാസ്. ക്ലാസ് എന്തിന്റെയാ? ക്ലാസ് ഓഫ് എന്തായിരിക്കും അറിയാം അല്ലെ, സ്റ്റുഡൻസ്. ഓക്കെ, ക്ലാസ് ഓഫ് സ്റ്റുഡൻസ്. 68 ക്ലൗഡ്. ക്ലൗഡ് എന്തിന്റെയാ? ക്ലൗഡ്. ക്ലൗഡ് ഓഫ് ഡസ്റ്റ്. ക്ലിയർ ആയോ? ക്ലൗഡ് ഓഫ് ഡസ്റ്റ്. ഓക്കെ. എന്നാൽ ക്ലസ്റ്റർ, നമ്മൾ ക്ലസ്റ്റർ മുമ്പും പഠിച്ചിട്ടുണ്ട്, എന്നാ വീണ്ടും വരുന്നു. ക്ലസ്റ്റർ. ക്ലസ്റ്റർ ഓഫ് എന്താണ് ഇവിടെ പറയുന്നത്? ബലൂൺസ്. ക്ലസ്റ്റർ ഓഫ് ബലൂൺസ്. 70ാമത്തേൽ എത്തിയിട്ടോ. ക്രൗഡ്. ക്രൗഡ് അറിയണ്ടാവും അല്ലെ, ക്രൗഡ് ഓഫ് പ്യൂപ്പിൾ. ക്രൗഡ് ഓഫ് പ്യൂപ്പിൾ. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര എണ്ണം പഠിച്ചു? 70 എണ്ണം പഠിച്ചു. ക്ലിയർ. വേഗം വേഗം പഠിച്ചു കേട്ടാ, കാരണം പഠിക്കാൻ നമ്മൾ ഒരുപാട് ടൈം എടുക്കരുത്. വീണ്ടും അടുത്ത റൗണ്ട് വന്നിട്ട് വീണ്ടും പഠിക്കുക, അത് കഴിഞ്ഞ് വീണ്ടും സ്പീഡിൽ അടുത്ത റൗണ്ട് പഠിക്കുക. അങ്ങനെ അങ്ങനെ ഒരു 10 പ്രാവശ്യം ഇങ്ങനെ വെറുതെ വായിച്ചു വിട്ടാൽ മതി. അപ്പൊ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? നമുക്കറിയാതെ, ഇനിയിപ്പോ നമ്മളുടെ കിട്ടുന്നില്ല കറക്റ്റ് ആയിട്ടെങ്കിലും നമ്മൾക്ക് ആ വേർഡ് അറിയാതെ അങ്ങോട്ട് വന്നു പോകും. അതാണ് റിപ്പീറ്റേഷൻ വഴി നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. ഓക്കെ, നെക്സ്റ്റ് പെയർ. പെയർ. പെയർ ഓഫ് എന്താ? ഷൂസ്. ക്ലിയർ, അതൊക്കെ എളുപ്പമാണ് അല്ലെ. നെക്സ്റ്റ് കോൺസ്റ്റലേഷൻ. 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 തെറ്റിപ്പോയോ? തെറ്റിയിട്ടൊന്നുമില്ല. ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഒന്നും കൂടി എഴുതാം. 72 കോൺസ്റ്റലേഷൻ. ഈ ആണ് കേട്ടോ, കോൺസ്റ്റലേഷൻ. ഓക്കെ, കോൺസ്റ്റലേഷൻ എന്താ? സ്റ്റാർസ് അല്ലെ, കോൺസ്റ്റലേഷൻ ഓഫ് സ്റ്റാർസ്. 73 ആന്തോളജി. കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ആന്തോളജി ഓഫ്? ആന്തോളജി എന്തിന്റെയാണ്? ആന്തോളജി ഓഫ് സ്റ്റോറീസ്. കിട്ടുണ്ടാവും അല്ലെ, ആന്തോളജി ഓഫ് സ്റ്റോറീസ്. ഒരു തവണയെങ്കിലും കേട്ടു പോകണം കേട്ടോ, കാരണം ചിലപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അറിയുന്നതായിരിക്കും, പക്ഷെ നമ്മൾ കേൾക്കാത്തത് കൊണ്ട് അത് വിട്ടുപോകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആന്തോളജി ഓഫ് സ്റ്റോറീസ്. ദെൻ ഫോറസ്റ്റ്. സോ സിമ്പിൾ അല്ലെ, ഫോറസ്റ്റ് ഓഫ് ട്രീസ്. അല്ലാണ്ട് എന്താ? 75 ഗ്രോവ്. എന്തിന്റെയാ? ട്രീസ് തന്നെയാണ് കേട്ടോ, ഗ്രോ ഓഫ് ട്രീസ്. 76th one ബണ്ടിൽ. ബണ്ടിൽ ഇപ്പൊ നമ്മൾ നേരത്തെ ഒരെണ്ണം ഡിസ്കസ് ചെയ്തു, വീണ്ടും ഇതാ ബണ്ടിൽ വന്നേക്കണു. ബണ്ടിൽ ഓഫ് ഷീഫ് അല്ലെങ്കിൽ ഹേ എന്ന് പറയാം. ഓക്കെ, ദെൻ 77 പൈൽ. പൈൽ ഓഫ് എന്താണ്? ആംസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ 78 നോക്കൂ, സ്റ്റാക്ക്. സ്റ്റാക്ക് ഓഫ് ആംസും പൈൽ ഓഫ് ആംസും രണ്ടും ആംസ് തന്നെയാണ്. 79 ഷേ. എന്താണ്? ഷേ ഓഫ് ഗ്രെയിൻസ് ആണ്, ഗ്രെയിൻ. നെക്സ്റ്റ് 80th one വീണ്ടും സ്റ്റാക്ക്. ഏതാണ്? സ്റ്റാക്ക്. സ്റ്റാക്ക് ഓഫ് കോൺ. ഇപ്പൊ നോക്കൂ, നമ്മളിപ്പോ എത്ര പഠിച്ചു? പെയർ ഓഫ് ഷൂസ്, കോൺസ്റ്റലേഷൻ ഓഫ് സ്റ്റാർസ്, ആന്തോളജി ഓഫ് സ്റ്റോറീസ്, ഫോറസ്റ്റ് ഓഫ് ട്രീസ്, ഗ്രോ ഓഫ് ട്രീസ്, ബണ്ടിൽ ഓഫ് ഷീഫ് ഹെയർ, പൈൽ ഓഫ് ആംസസ്, സ്റ്റാക്ക് ഓഫ് ആംസസ്, ഷേ ഓഫ് ഗ്രെയിൻ, സ്റ്റാക്ക് ഓഫ് കോൺ. ഓക്കെ, അപ്പൊ അത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മള് കുറച്ചും കൂടി ഒരു 10 എണ്ണം കൂടി ഡിസ്കസ് ചെയ്യാം അല്ലെ. 80 എണ്ണല്ലേ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് 81ാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണ്? ഫ്ലോട്ടില്ല. കേട്ടിട്ടുണ്ടോ?
ഫ്ലോട്ടില്ല. ഫ്ലോട്ടില്ല എന്തിന്റെയാണ്? ഫ്ലോട്ടില്ല ഓഫ് ബോട്ട്സ് ആണ്. ബോട്ട് ഫ്ലോട്ട് ചെയ്യല്ലേ പറയാ, അപ്പൊ ഫ്ലോട്ടില്ല. ഫ്ലോട്ടില്ല ഫ്ലോട്ടില്ല ബോട്ട്സ് ആണ്. നെക്സ്റ്റ് വോളി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓഫ് പക്ഷെ ഇത് ബുള്ളറ്റ്സ് ആണ് കേട്ടോ. വോളി ഓഫ് ബുള്ളറ്റ്സ്, വോളി ഓഫ് ബുള്ളറ്റ്സ് എന്ന് പറയും. നെക്സ്റ്റ് 83 ലോക്ക്. ലോക്ക് എന്തിന്റെയാ? ലോക്ക് ഓഫ് ഹെയർ. 84th one ബഡ്ജറ്റ്. ബഡ്ജറ്റ്, ബഡ്ജറ്റ് എന്താ? ബഡ്ജറ്റ് ഓഫ് ന്യൂസ്. Then 85th one heap. Heap എന്തിന്റെയാണ്? Heap. Heap of stones, ruins. Then 86th one ball of wool. 87th one album. ആൽബം എന്തിന്റെയാണ്? ആൽബം സ്റ്റാമ്പ്സിന്റെ ആൽബമാണ് അല്ലെ. ഫോട്ടോഗ്രാഫ്സിന്റെ എന്താണ്? ആൽബമാണ്. ഓട്ടോഗ്രാഫിന്റെയും ആൽബം തന്നെയാണ് ഓട്ടോഗ്രാഫ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 87 വേർഡ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഏകദേശം നമ്മൾ കളക്റ്റീവ് നൗൺസിന്റെ ഒരു വലിയ ഭാഗം തന്നെ പഠിച്ചു എന്ന് പറയാം. ഇത്രയൊക്കെ തന്നെയാണ് കളക്റ്റീവ് നൗൺസിൽ നമുക്ക് അറിഞ്ഞു വെക്കേണ്ടതുള്ളൂ. ഇനി കൂടുതൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സിലബസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിനി ഒരു 10 ടോപ്പിക്സ് വെച്ചിട്ട് ഡിസ്കസ് ചെയ്യുകയും അതിന്റെ ഒരു എക്സാം പോലെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഞാൻ വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് ആ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ ഓരോ ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ എക്സാം എഴുതുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു.